ഗോവിന്ദചാമിയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത്, ഇയാളുടെ ക്രൂരതകളെക്കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് സൗമ്യയുടെ അമ്മയുടെ മുഖമാണ്. അതായത് 2011 ഫെബ്രുവരി 1-ാം തീയതി പെൺമക്കളുള്ള അമ്മമാരെ സംബന്ധിച്ച് കണ്ണീരണിഞ്ഞ ദിവസം. അതിനുശേഷം വലിയ നിയമപോരാട്ടം നടത്തിയ അമ്മ തൻ്റെ മകളെ ക്രൂരമായി കൊലപ്പെടുത്തിയ ആ കൊടും കുറ്റവാളിക്ക് തൂക്കുകയർ ലഭിക്കാൻ വേണ്ടി പോരാട്ടം നടത്തി. പിന്നീട് ആ വർഷം തന്നെ, അതായത് 2011 നവംബറിൽ തന്നെ ഗോവിന്ദചാമിക്ക് തൃശ്ശൂർ അതിവേഗ കോടതി തൂക്കുകയർ വിധിച്ചു. ഹൈക്കോടതിയും കീഴ്ക്കോടതിയുടെ വിധി ശരിവെച്ചു. പക്ഷേ ഗോവിന്ദചാമിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി പല ഉന്നത കരങ്ങളും ശ്രമിക്കുന്നു. സുപ്രീം കോടതി വരെയും പ്രതിഭാഗം പോകുന്നു. ഒടുവിൽ കൊലക്കുറ്റം തെളിയിക്കാൻ സുപ്രീം കോടതിയിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ വരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, പിന്നീട് ഗോവിന്ദചാമിയുടെ ശിക്ഷ, വധശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് സൗമ്യയുടെ അമ്മ സുമതിയെ തന്നെയാണ്. ഇന്ന് അതിലും ഞെട്ടലുളവാക്കിയൊരു ദിവസം. സൗമ്യയുടെ അമ്മ തന്നെ സ്പോട്ട് ലൈവിൽ ചേരുന്നുണ്ട്. അമ്മ, ഇന്ന് ഈ ഗോവിന്ദചാമി രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ എല്ലാ അമ്മമാർക്കും അവരെ ഏറെ ഭയപ്പെടുത്തിയൊരു സംഭവമാണ്. ഇതുപോലൊരു കൊടും കുറ്റവാളി, ലൈംഗിക വൈകൃതമുള്ളൊരു വ്യക്തി പുറത്തിറങ്ങിയാൽ ഞങ്ങളുടെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പല അമ്മമാരും ആശങ്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് അമ്മയ്ക്ക് തോന്നിയത്? ഗോവിന്ദചാമി രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് തോന്നിയത് എന്താണ്? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വാർത്ത രാവിലെ ഒരു ചാനലിലെ കുട്ടി എന്നെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഈ സംഭവം ഞാൻ രാവിലെ അറിയണത് തന്നെ. ഇങ്ങനെ ഗോവിന്ദചാമി ജയിലിൽ ചാടി എന്നുള്ള വിവരം ഇതറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോവുക ചെയ്തത്. കാരണം ഞാൻ ഈ 15 വർഷം ഈ 5-6 മാസമായി ഞാൻ ഇതേ വാക്ക് എന്നും ഉച്ചരിച്ചു കൊണ്ടിരിക്കണം. ഞാൻ അനുഭവിച്ച വേദന ഇനിയൊരമ്മയും ഈ ലോകത്തിൽ കരയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയേറെ നമ്മൾ അത് ഒരു ദുഃഖമായ ഒരു കാര്യമാണ്. അപ്പം ഇന്നിപ്പോൾ ഈ ഇങ്ങനെയുള്ളൊരു മനസ്സുള്ള ഇവൻ ജയിലിൽ ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടു പോകുക, എത്ര സ്ത്രീകളുടെ ജീവിതം എന്തായി പോകും എന്നുള്ളൊരു വല്ലാത്തൊരു ദുഃഖമായിരുന്നു എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. വിഷമങ്ങൾ മൊത്തം എനിക്കതായിരുന്നു. ഇവനെ എത്രയും പെട്ടെന്ന് പിടിക്കണം, അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുള്ളൊരു ചിന്ത. പിന്നെ എൻ്റെ മനസ്സിലാകാനുള്ളൊരു ചിന്ത അത് മാത്രമായിരുന്നു. എത്രയും വേഗം അവനെ പിടിക്കപ്പെടണം. അവന് ഒരാളുടെ മുമ്പിലും ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരരുത് എന്നുള്ള ആ ഒരു ചിന്താഗതിയിലാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അത് അത്രയും വലിയൊരു അവസ്ഥയാണത്. പിന്നെ ഇവൻ ജയിലിൽ ചാടി പറയുന്നുണ്ട്. ഈ ജയിലിൽ ചാടിയന് തീർച്ചയായും ഇവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത്രയധികം ഉയരമുള്ള, ഏകദേശം 7 മീറ്ററോളം ഉയരമുള്ള ഒരു ജയിലിൽ നിന്നും ഈ ഗോവിന്ദചാമി ചാടണമെങ്കിൽ അവിടെ സ്വാഭാവികമായും ഒരു സഹായം ലഭിച്ചിരിക്കണം. എന്താണ് അമ്മയ്ക്ക് തോന്നുന്നത്? അത്തരം ഒരു ജയിൽ അധികൃതരുടെ ഭാഗത്തൊരു വീഴ്ച ഈ ഗോവിന്ദചാമിക്ക് ഒരു സഹായം നൽകിയെന്ന് അമ്മ കരുതുന്നുണ്ടോ? അവനൊരു സഹായം ഇല്ലാതെ, ഒരാളുടെ സഹായം ഇല്ലാതെ തീർച്ചയായും. കാരണം നമുക്കറിയാം അമ്മയുടെ നിയമം. കാരണം ഇപ്പൊ അവര് പറയണ കുറെ ദിവസങ്ങളായി. പറയൂ. പറയാം. ഹലോ. അല്ല, ഇതിനകത്ത് നമുക്കറിയാം ഈ സൗമ്യയുടെ ദാരുണമായ ആ മരണം സംഭവിച്ചത് പിന്നാലെ അതിനുശേഷം ഉണ്ടായ സംഭവവികാസങ്ങൾ, ഗോവിന്ദചാമിക്ക് വേണ്ടി പല ഉന്നതരും രംഗത്തിറങ്ങുന്നു. അതായത് മുംബൈയിൽ നിന്ന് പോലും വക്കീലന്മാരുടെ നീണ്ട നിരയെത്തുന്നു. സുപ്രീം കോടതി വരെ ഒരു നിയമപോരാട്ടം പ്രതിഭാഗത്തിന് നടത്തണമെങ്കിൽ നിസാര തുക പോരാ, ലക്ഷങ്ങൾ അതിനുവേണ്ടി ചെലവഴിച്ചു. ഒരു ഭിക്ഷാടനം നടത്തിയിരുന്ന ഒരു ഗോവിന്ദചാമി, എങ്ങനെയാണ് ഗോവിന്ദചാമിക്ക് ഇത്രയധികം സാമ്പത്തികം ലഭിച്ചത്? ആരാണ് അയാളെ സഹായിച്ചത്? ആ സംഘം തന്നെ ആയിരിക്കുമോ ഇപ്പോഴും ഗോവിന്ദചാമിയെ രക്ഷപ്പെടാൻ വേണ്ടി സഹായിച്ചതെന്നാണോ അമ്മയുടെ ഒരു അമ്മ എന്താണ് തോന്നുന്നത്? ഞാനിപ്പം ഇവന്റെ പിന്നിലുള്ള ആൾക്കാരുടെ കാര്യം എനിക്ക് വ്യക്തമല്ല, അങ്ങനെയെല്ലാം പറഞ്ഞു കേട്ട ഒരു അറിവുള്ളൂ. പക്ഷെ ഇപ്പം ഞാൻ പറയണു, ഈ ഗോവിന്ദചാമി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ ആരുടെല്ലോ സഹായം അവനുണ്ടായിട്ടുണ്ട്.
അവനല്ലാതെ ഒരിക്കലും അവന് ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു മതിലും ഈ ജയിലിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനും എല്ലാ സൗകര്യങ്ങളും ആരോ അവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കാരണം 2-4 പോലീസുകാർ കാവലുള്ള ഒരാളാണ് ഈ ഗോവിന്ദൻ ചാമി. എത്രയും വലിയൊരു ക്രിമിനലാണ് അവൻ. ആ ക്രിമിനലിനെ പിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇത് പുറത്തില്ലാതെ എങ്ങനെ പുറത്തിറങ്ങുന്നത്? അല്ലാതെ അവന് എങ്ങനെ പുറത്തിറങ്ങാൻ കഴിയും? അവന് പുറത്തിറങ്ങാൻ കഴിയും? അപ്പം അത് നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ പിന്നെ ഈ മതില് ഇത്രയും വലിയ മതിലാണിത്, ചെറിയ മതിലൊന്നും അല്ലത്. അത്രയും വലിയ മതിലിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പം പുറത്തിറങ്ങി ഈ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനവനൊരു പിന്നിലൊരാളില്ലേ? ഇതിൻ്റെ അകത്ത് ഈ പിന്നെ ഈ മതിലിനെന്തോ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഇത് വെച്ചിട്ടുണ്ടെന്ന് പറയണ്ടേ. ഇതിനെല്ലാം കവിച്ച് വെച്ചിട്ടാണ് ഈ ആൾ ഇവൻ ഇറങ്ങി വന്നിരിക്കണത്. അപ്പം അത് കണ്ടെത്തണം എന്തായാലും. ഇപ്പം ഈ ഉണ്ടായ സംഭവങ്ങൾ ഇതെങ്ങനെയെന്നുള്ളത് കണ്ടെത്തിയേ പറ്റുള്ളൂ. ഇത്രയും സുരക്ഷിതമായി ഈ ജയിലിനുള്ളിൽ കിടക്കുന്ന ഇവൻ പുറത്തിറങ്ങി വന്നിട്ട് ഇത് എങ്ങനെ ചെയ്യാൻ? അപ്പം അതൊരു വലിയ തന്നെ പിഴവല്ല അവരുടെ അടുത്ത് പറ്റിപ്പോയിരിക്കണത്. അങ്ങനെ ഒരു പിഴവ് പറ്റാൻ പാടുണ്ടോ? ഇത് ചെറിയൊരു ക്രൂരതയല്ല. ഒരു പെൺകുട്ടി സൗമ്യ എന്ന് പറയുന്ന ആ കുട്ടീനെ പിച്ച് ചീന്തി അവളെ ഇനി എങ്ങനെയല്ലേ ഉപദ്രവിക്കാൻ പറ്റുമോ? അതെല്ലാം ചെയ്ത് അത്രയും വേദന അനുഭവിച്ചിട്ടാണ് എൻ്റെ മകള് പോയിരിക്കുന്നത്. ആ മകളുടെ അവൾ അനുഭവിച്ച വേദന, അവളനുഭവിച്ച ദുഃഖങ്ങള് ഇന്ന് ഈ 15 കൊല്ലം ഈ 6 വർഷമായി ഞാൻ ആ ദുഃഖം പേരും കൊണ്ട് നടക്കണത്. അതൊരിക്കലും ശരിയല്ല. കാരണം ഇത് ഇവൾക്ക് ഇവിടെ ഇവന് പുറത്തിറങ്ങാൻ ആരാണ് സഹായിച്ചത്? അത് കണ്ടെത്തിയേ മതിയാവുള്ളൂ. അതെനിക്ക് എന്തായാലും അത് കണ്ടെത്തിയത് അറിയണം. പിന്നെ ഇവന് ഇത്രയും കാലം വെച്ചപ്പോൾ ഇനി അവന് തൂക്കുകയറ് മാത്രമേ അവന് കിട്ടാവൂ. ഇനി അവനത് മാത്രമേ അവനെ അറിയിക്കുന്നുള്ളൂ. അവന് അതിന് മേലെ ഇത് അറിയിക്കുന്നില്ല. അത്രയും ക്രൂരമായ ഒരു ഇവിടെ നമുക്കറിയാം സൗമ്യ ദാരുണമായി കൊല്ലപ്പെട്ട് ആ വർഷം തന്നെ നവംബറിൽ തന്നെ തൃശ്ശൂർ അതിവേഗ കോടതി ഗോവിന്ദചാമിക്ക് കൊടും കുറ്റവാളിക്ക് തൂക്കുകയർ വിധിച്ചതാണ്. പിന്നീട് ഹൈക്കോടതിയും അത് ശരിവെച്ചതാണ്. പക്ഷെ അതിനുശേഷം പ്രതിഭാഗം സുപ്രീം കോടതിയിൽ പോകുന്നു. ഒറ്റക്കയ്യനായിട്ടുള്ള ഗോവിന്ദചാമിക്ക് ഒരു പെൺകുട്ടിയെ സൗമ്യയെ കൊലപ്പെടുത്താൻ കഴിയുകയില്ല എന്ന വാദം നിരത്തുന്നു. ഈ വാദം സ്വാഭാവികമായും ഇത്തരം സംശയങ്ങൾ സുപ്രീം കോടതി ജഡ്ജിമാർ പോലും ഉന്നയിച്ചതാണ്. അങ്ങനെ തെളിവുകളുടെ അഭാവത്തിൽ കൊലക്കുറ്റം ഒഴിവാക്കുന്നു. അതിനുശേഷമാണ് ഗോവിന്ദചാമിയുടെ ഈ വധശിക്ഷ ഒഴിവാക്കുന്ന സാഹചര്യം പോലും ഉണ്ടായത്. പക്ഷെ ഇവിടെ വളരെ വ്യക്തമല്ലേ, ഈ ഒറ്റക്കൈ കൊണ്ട് ഇത്രയധികം ഉയരമുള്ള ഒരു ജയിൽ ചാടാൻ കഴിയുമെങ്കിൽ വളരെ വ്യക്തമായ കാര്യമാണ്. ആ ഒറ്റക്കൈ ഉപയോഗിച്ച് തന്നെ ആ ദാരുണമായ സംഭവം, അത്രയും ക്രൂരമായ കൃത്യം നടത്താനും ഇയാൾക്ക് കഴിയില്ലേ? അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും വലിയ പിന്നെ ഇത്രയും വലിയൊരു കണ്ണൂർ ജയിലെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ജയിലല്ല, അത്രയും വലിയൊരു ജയിലാണ്. ആ ജയിലിനുള്ളിൽ ഇത്രയും രീതിയിൽ അവന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒറ്റക്കൈ വെച്ചിട്ട് ഈ പാതി കൈ വെച്ചിട്ട് അവൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ സൗമ്യ എന്ന് പറഞ്ഞ കുട്ടീനെ, ഈ ഒരു പെൺകുട്ടീനെ അവൻ ഉപദ്രവിച്ചിട്ടില്ല, ഇങ്ങനെല്ലാം ആക്കിയില്ല എന്ന് എന്താ ഇത്? എന്നിട്ട് അത് സുപ്രീം കോടതി പോയപ്പോഴാണ് ആ കേസ് ഇങ്ങനെയല്ല ആയത്. എന്നിട്ടാണ് ഇപ്പം അത് പിന്നെ നമ്മൾ പിന്നെ തൃശ്ശൂർ കിഴിക്കോടതിയിൽ നിന്നും അവന് 2011 നവംബർ 11 പിന്നെ തൂക്കുകയർ വിധിച്ചത്. അത് കഴിഞ്ഞു പിന്നെ 17 ഇത് വന്നിട്ട് സുപ്രീം കോടതി ഹൈക്കോടതിയിൽ നിന്നും അവന് തൂക്കുകയർ വന്നത്. അത് കഴിഞ്ഞിട്ടാണ് അവന് സുപ്രീം കോടതി പോയപ്പോൾ അത് അങ്ങനെയല്ല പറഞ്ഞിട്ടാണ് അത് ഇങ്ങനെയെല്ലാം വന്നു ചേർന്ന് ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടിട്ടാണ് അവന് പുറലോകം കാണരുത്. അപ്പം ഈ പുറലോകം അവൻ കാണരുത്. എനിക്കത് ഇതാണ്. കാരണം ഇനിയൊരു അമ്മയും കരയാനുള്ളൊരു ഇട വരുത്തരുത്. അവന് ഇപ്പൊ ഇന്ന് തന്നെ അവൻ ജയിലിൽ ചാടി എന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മളെ മനസ്സിലാക്കിയ അമ്മയുടെ കണ്ണീരും ഇവിടെ വീഴാൻ പാടില്ല സമൂഹം ആഗ്രഹിക്കുന്നത്. പക്ഷേ അന്ന് സൗമ്യയ്ക്കും, അതായത് 2011 നവംബറിൽ സൗമ്യയ്ക്കും സൗമ്യയുടെ അമ്മയ്ക്കും നീതി കിട്ടിയെന്ന് നമ്മളൊക്കെ അങ്ങ് പറഞ്ഞതാണ്. അതായത് വാർത്താമാധ്യമങ്ങളടക്കം ഞങ്ങളൊക്കെ കരുതിയതാണ്. പക്ഷെ അതിനുശേഷം സുപ്രീം കോടതിയിൽ നിന്നും വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. നീതി നിഷേധിക്കപ്പെട്ടു എന്നാണോ അമ്മയ്ക്കൊരു പരിഭവമുണ്ടോ?
എനിക്ക് മനസ്സിലായില്ലേ പറഞ്ഞത്? നീതി. ഹലോ, അമ്മയ്ക്ക് നീതി കാരണം സുപ്രീം കോടതിയിൽ നിന്നും ഈ ഗോവിന്ദചാമിയുടെ വധശിക്ഷ ഒഴിവാക്കിയപ്പോൾ ഒരു നീതി നിഷേധിക്കപ്പെട്ടു, നീതി കിട്ടിയില്ല എന്നൊരു പരിഭവം അമ്മയ്ക്കുണ്ടോ? അതെന്തായാലും അങ്ങനെ തന്നെയല്ല. അവന് ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. തൂക്കിക്കൊല്ലണം എന്നുള്ള ചിന്താഗതി തന്നെ ആ തൂക്കുകാരൻ തന്നെയാണ് അവന് മേടിച്ചു കൊടുക്കണം തന്നെ ഞാൻ ആഗ്രഹിച്ചത്. എനിക്കത് തന്നെയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആഗ്രഹം. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ 15 വർഷം ഇത്രയും കാലമായിട്ട് ഞാൻ അവൻ്റെ മരണം കാത്തിരിക്കുകയാണ്. ഇപ്പം അറിയാലോ എൻ്റെ മകൻ്റെ അവസ്ഥ എങ്ങനെയാണ്. മകനും പോയി, മകളും പോയി. അപ്പം എനിക്ക് ഇനിയിപ്പോൾ അവൻ്റെ മരണമാണ് ഞാൻ ഈ ഭൂമി കാത്തിരിക്കുന്നത്. അവൻ്റെ മരണം എന്നാണ് ചെവി കേൾക്കണമെന്നുള്ള ചിന്താഗതിയിൽ ഇരിക്കുമ്പോഴാണ് അവൻ ജയിലിൽ ചാടി എന്ന് അറിയണത്. ഇതിൽ ഇവൻ്റെ കൂടെ നിന്നത് ആരായാലും അവരെല്ലാം പുറത്തും കൊണ്ടുവരണം. ഇവൻ ഇനി തൂക്കുകയറിഞ്ഞ് അവൻ പുറലോകം എന്താന്ന് അവൻ അറിയരുത്. അതാണ് ഏറ്റവും ആവശ്യം. എനിക്ക് അതാണ് ഇനി വേണ്ടത്. ഇനി ഒരു അമ്മ ഇതുപോലെ കരയാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഒരു അമ്മയ്ക്ക് ഇതുപോലെ ഒരു കണ്ണുനീര് വരാനുള്ള ഒരു വഴി ഉണ്ടാവരുത്. ഒരു മകള് പുറത്തിറങ്ങിപ്പോയി അകത്ത് കയറി വരുന്നവരെ ആ അമ്മയുടെ മനസ്സിൽ തീയാണ്. തീർച്ചയായും ഈ ഗോവിന്ദചാമി രക്ഷപ്പെട്ട ഒരു സാഹചര്യം അതൊക്കെ പരിശോധിക്കേണ്ടതാണ്, വിശദമായി അന്വേഷിക്കേണ്ടതാണ്. അമ്മയുടെ നിയമ പോരാട്ടം ഇനിയും തുടരുമോ? കാരണം ഈ രീതിയിൽ സുപ്രീം കോടതി അന്ന് ഉന്നയിച്ച ചോദ്യം, ആ ഒറ്റക്കയ്യന് ഇതുപോലുള്ള ക്രൂരകൃത്യം ചെയ്യാൻ കഴിയുമോ എന്നൊരു ചോദ്യം, അതിപ്പോൾ ഇതല്ല, ഇത്രയധികം ഉയരമുള്ള ഒരു മതിൽ ചാടിയെങ്കിൽ സ്വാഭാവികമായും അതിനപ്പുറവും ചെയ്യാൻ കഴിയുമെന്ന് തന്നെ വ്യക്തമാകുന്നതാണ് ഇയാളുടെ ജയിൽ ചാട്ടം. അമ്മ ഇനി ഈ മകൾക്ക് നീതി കിട്ടാൻ വേണ്ടി, സൗമ്യയ്ക്ക് നീതി കിട്ടാൻ വേണ്ടി ഇനിയൊരു നിയമ പോരാട്ടത്തിനുള്ളൊരു സാധ്യതയുണ്ടോ? ആ ഒരു നീക്കം അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ? ഞാൻ ഇപ്പം എന്തായാലും ഇന്ന് രാവിലെ ഞാനിപ്പോൾ ഇതെല്ലാം കേട്ടിട്ടുള്ള ആ ഷോക്കിൽ ഇപ്പോഴും ഒന്നും മാറിയിട്ടില്ല. അപ്പം അവരെ പിടിച്ചു എന്നുള്ളൊരു സമാധാനം മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിന് അങ്ങോട്ട് മുൻപോട്ട് പോവാനേ എനിക്ക് എന്തായാലും ഇവന് ആരിതിൽ സപ്പോർട്ട് ചെയ്തതെന്ന് എനിക്ക് എന്തായാലും അത് അറിയണം. പിന്നെ അവൻ പുറലോകം കാണരുത്. ഇതാണ് എൻ്റെ ആവശ്യം. ഈ പുറലോകം എന്താണെന്ന് അവൻ കാണുകയും ചെയ്യരുത്. ഇവന് ഇതിനു വേണ്ടി ഇവിടെ ഈ ജയിലിൽ ഇവന് ആരാണ് ഇതിന് സപ്പോർട്ട് നിന്നതെന്ന് എനിക്കറിയണം. അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നാളെ ഇതിലപ്പുറമല്ലേ സംഭവിക്കാൻ പോണത്. പിന്നെ എനിക്ക് നീതി കിട്ടണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ മരണം കാണണം. എന്നെങ്കിലാണ് ഞാൻ ശരിക്കും നീതി കിട്ടിയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ സൗമ്യനെ എങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഒരു പെൺകുട്ടീനെ എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നെല്ലാം ചോദിച്ചു എന്ന് പറഞ്ഞു. അതന്നെ ഞാനിപ്പോ പറയണത്. ഇത്രയും വലിയൊരു മതിലും ഇങ്ങനെയെല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് ഈ പെൺകുട്ടീനെയാണോ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്? ആണോ? അതിനിപ്പോ തെളിവ് വന്നില്ല. ഇപ്പൊ ഇത് എന്തായാലും ഇവന്റെ പിന്നിൽ ഒരാളില്ലാതെ ഇപ്പൊ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് വേറെ കാര്യം. എങ്കിലും ഇവിടെ കിടക്കുന്നത് ഈ ഒരു ചോദ്യമല്ലേ. ഇതെല്ലാം കഴിഞ്ഞു. അവിടുന്ന് അവർക്ക് എന്തായാലും സൗമ്യം മറന്നിട്ടില്ല എന്നുള്ളതിന്റെ ഒരു വലിയൊരു ഇതാണ് ആ ആൾക്ക് ഗോവിന്ദചാമിനെ ഓർമ്മ വന്നത്. അപ്പൊ ആ ആള് ഇന്നത്തെ വാർത്ത കണ്ടു, അവനെ വിളിച്ചു, അവനെ പിടിക്കാൻ പോയി, അവൻ ഓടി, കിണറ്റിൽ പോയി ചാടി. അത് ചത്തതും ഇല്ല. അവൻ കിണറ്റിൽ പോയി ചാടിയിട്ട് അവൻ കയറി തൂങ്ങി നിൽക്കുക ചെയ്തത്. അവനെ ചത്തിരുന്നെങ്കിൽ നാട്ടിൽ അത്ര ജനങ്ങൾ സമാധാന സന്തോഷം ഉണ്ടാവും അവർക്ക്. അതുപോലും അവന് നിഷേധിച്ചു. മരണം പോലെ അവനെ നിഷേധിച്ച പോലെയാണ് ഇപ്പൊ ഇരിക്കണത്. അതല്ല ഞാൻ ഇനി ഇതിന്റെ എല്ലാം ഒരു ഇത് വരാതെ എന്റെ മനസ്സൊന്ന് ശരിയാവും. തീർച്ചയായും ഇവിടെ നഷ്ടപ്പെട്ടത് നമുക്കറിയാം അമ്മയ്ക്ക് തന്നെയാണ്. തൻ്റെ പ്രിയപ്പെട്ട മകളെ, അതിനുശേഷം മകനെ നഷ്ടപ്പെടുന്നു. പക്ഷേ അമ്മ ഇതിൻ്റെ അകത്ത് ഈ ഗോവിന്ദചാമിയെ രക്ഷപ്പെടാൻ വേണ്ടി സഹായിച്ച അഡ്വക്കേറ്റ് ആളൂരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പക്ഷേ ഇതിന് പിന്നിൽ, ഇയാൾക്ക് പിന്നിൽ ആരായിരുന്നു, ആളൂരിനെ അടക്കം രംഗത്തിറക്കിയത് ആരായിരുന്നു എന്ന് ഒരു പക്ഷേ പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. അതുണ്ട്. അത് ജനങ്ങൾ അങ്ങനെ അറിയണമെന്ന് പറയണതിൽ നമുക്കൊന്നും പറയാനില്ലല്ലോ. ഒരു റോട്ട് കിടക്കുന്ന ഒരു പിച്ചക്കാരൻ, ഒരു ഗതിയില്ലാത്ത ഒരുത്തന് അവന് വേണ്ടിയിട്ട് ഈ ഒരു ആളൂരാൻ, ഇത്രയും വലിയൊരു വക്കീൽ, ആളൂരാൻ വക്കീൽ എന്ന് പറഞ്ഞൊരു വക്കീൽ വന്നു, എല്ലായിടത്തും വന്നു, ഒപ്പം നിന്ന് കേസ് വാദിക്കാൻ വന്നു. എന്നിട്ട് സുപ്രീം കോടതി വരെ അവൻ കൂടെ നിന്നു. അന്നേ ജനം അവനോട് പറഞ്ഞിട്ടുണ്ട്,
നീ ഇങ്ങോട്ട് എറിയുന്ന കല്ല് തിരിച്ച് നിന്റെ തലയിൽ തന്നെ വന്ന് വീഴും. അന്ന് നീ പൊട്ടിത്തെറിക്കും എന്ന് അന്നേ ആ ജനം മൊത്തം അവനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അതേപോലെ തന്നെ അവൻ പൊട്ടിത്തെറിച്ച് പോയില്ലേ. ഞാൻ ഈ ആൾവരാൻ വക്കീലിനോട് ഏതോ ഒരു അഭിമുഖത്തിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ ദുഷ്ടന് വേണ്ടിയിട്ട് ഈ വാദിച്ച് കണ്ട പണം കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും പ്രയോജനപ്പെടോ? ചത്തു പോകുമ്പോ ആരും ഒന്നും കൊണ്ടുപോവില്ല. അവൻ കൊണ്ടുപോയത് എന്താ? ഈ പണമെല്ലാം അവന്റെ നെഞ്ചത്ത് വെച്ച് കൊണ്ടുപോയോ അവൻ? ഈ ദുഷ്ടന് വേണ്ടി നിന്നിട്ട് എന്തെങ്കിലും കൊണ്ടുപോയോ? ഒരാൾക്കും ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. എല്ലാരും പോകുമ്പോ ഒന്നും കൊണ്ടുപോവില്ല. എന്തിനു പിന്നെ അവന് ഇത് ചെയ്തത്? ഇവന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുന്ന് നമുക്ക് നീതി കിട്ടിയിരുന്നു. ആ നീതി പോലും നിഷേധിച്ചു ഇവൻ. എന്നിട്ട് അവൻ ചത്തുപോയില്ലേ? അവൻ അനുഭവിക്കേണ്ട മുഴുവൻ അവൻ അനുഭവിച്ചിട്ട് തന്നെയാ പോയിരിക്കണത്. ആളൂരാൻ വക്കീല്, ഇനി ഒരു വക്കീല് അങ്ങനെ ഒരു വരില്ലല്ലോ, ഇനി വരാതിരിക്കട്ടെ. ഇനി ഇതുപോലുള്ള ദുരിതങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു വക്കീൽമാർ ഇറങ്ങാതിരിക്കട്ടെ. ഇതുപോലുള്ള വക്കീൽമാര് ഇതേപോലത്തെ കേസിന് വേണ്ടിയിട്ട് ഇതേപോലെ ഈ ആളൂരാൻ വക്കീലിനെ പോലെ പണം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാം തലയിൽ ഇടുത്തി വീഴുള്ളൂ. അവസാന കാലത്ത് അതുണ്ടാവുള്ളൂ. പണം സമ്പാദിക്കാന്നേ ഉള്ളൂ, പക്ഷെ അതൊന്നും അനുഭവിക്കാൻ അവർക്ക്. തീർച്ചയായും അതൊക്കെ തന്നെയാണ് പിന്നീട് സംഭവിച്ചത്. നമ്മൾ മലയാളികൾ കേട്ടതും കണ്ടതും ഒക്കെ അതാണ്. എന്താണ് ഗോവിന്ദച്ചാമിയെ രക്ഷപ്പെടുത്താൻ എത്തിയവർക്ക് സംഭവിച്ചതെന്നൊക്കെ കാലം നമുക്ക് കാട്ടിത്തന്നാണ്. അമ്മ, അവസാനമായ ഒരു ചോദ്യം കൂടി. ഇപ്പോൾ സ്വാഭാവികമായും ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടണമെങ്കിൽ ഗോവിന്ദച്ചാമിക്ക് പല ഉന്നതരുടെയും സഹായം ലഭിച്ചു കാണണം. അവരെ കണ്ടെത്താൻ വേണ്ടി അവർക്ക് ശക്തമായ അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടി അമ്മയുടെ ഭാഗത്ത് നിന്ന് നീക്കം എന്താണ്? മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനുള്ള നീക്കമുണ്ടാകുമോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആരോടും ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം ഒന്നും ചോദിക്കാൻ പോയിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞ രാവിലത്തെ ഈ ഷോക്ക് എന്നിട്ട് ഇപ്പോഴും ശരിക്കും അങ്ങോട്ട് ആയിട്ടില്ല. നമുക്ക് അവനെ പിടിച്ചെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഒരു വിറയൽ മാറിയിട്ടില്ല. അപ്പം അതെന്തായാലും ഞാൻ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു തീരുമാനത്തിന് ഞാൻ എത്തും. കാരണം എനിക്ക് ഇവൻ ഇത്രയും വലിയൊരു ജയിലിൽ ചാടണമെങ്കിൽ പിന്നെ മറ്റുള്ളവർ സഹായിക്കാതെ ഒരിക്കലും അവന് ജയിലിൽ ചാടാൻ പറ്റില്ല. ഇത് സാധാരണ ഒരു മതിലല്ല അത്, സാധാരണ ഒരു ജയിലല്ല അത്. ഇത്രയും പോലീസുകാരും കാര്യങ്ങളും എല്ലാവരും അതിൻ്റെ ഉള്ളിലുണ്ട്. കുറച്ചൊന്നുമല്ല ഈ കണ്ണൂർ ജയിലിൽ ഉള്ള പോലീസുകാർ. അത്രയും പോലീസുകാരുടെ കണ്ണും ഇതെല്ലാം വെട്ടിച്ച് ഇവൻ പുറത്തിറങ്ങണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അവൻ്റെ ഒരാളില്ലാതെ അവനെന്തിന് പുറത്തിറങ്ങാൻ പറ്റില്ല. അവൻ കണ്ണൂർ ജയിലിൽ നിന്ന് അവൻ പുറത്ത് ചാടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തായാലും ഒരാളുണ്ട്. അതിന് എന്താണെന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തിയേ പറ്റൂ. അത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം കണ്ണൂർ ഇപ്പം ജയിലിൽ ചാടിയപ്പോഴത്തേനും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ പോലീസ് നായ അടക്കം പിന്നാലെ ഓടി. ഈ പോലീസുകാരും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും പോയി. എല്ലാവരും അതിൽ സഹകരിച്ചു. പറഞ്ഞ കണ്ണൂരുള്ള ജനങ്ങളും, ആ കണ്ണൂരുള്ള ജനങ്ങളുടെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൂരിൽ നിന്ന് ഇന്നും ഞാനത് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ മോള് പോയി ഇത്രയും വർഷങ്ങളായെങ്കിൽ പോലും ഈ കണ്ണൂർ നാട്ടിൽ ഒരുപാട് ജനം എന്നെ വിളിച്ച് ചോദിക്കും ഇപ്പോഴും, അമ്മ സുഖാന്നോ, സൗമ്യയുടെ അമ്മയ്ക്ക് സുഖാന്നോ, സുഖമായിരിക്കുന്നു അമ്മ. ഇപ്പം സന്തോഷിൻ്റെ ഈ പ്രശ്നം കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? സൗമ്യനെ ആരും മറന്നിട്ടില്ല, ഒരാളും അവളെ മറക്കൂല. ഈ ഗോവിന്ദൻചാമിനെ ആരെങ്കിലും മറക്കൂ? അപ്പം ആരും മറക്കില്ല. അവൻ്റെ മരണം വരെ അവനാരും മറക്കില്ല. അപ്പം ആ മറക്കാത്ത കാരണം കൊണ്ടാണ് ഇന്ന് ആ ആള് ആരാണ്, എനിക്ക് അയാൾക്ക് ഞാനൊരു സലോട്ട് കൊടുക്കണം എന്ന് എനിക്കുണ്ട്, അയാളൊന്ന് കൈ പിടിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അയാൾക്ക് ഈ ഗോവിന്ദൻചാമിനെ ഒന്ന് വിളിക്കാൻ തോന്നിയതും അയാളെ ഇങ്ങനെ എല്ലാവരും അറിയിക്കാൻ തോന്നിയതും പിടിച്ചതും അത് തന്നെയാണ് അതിൻ്റെ ഇത്. അവൻ എവിടെ പോയിട്ടും കാര്യമില്ല, അവനെ നമ്മുടെ ഈ ജനം പിടിക്കും. കാരണം ഇന്നും അവനോട് സൗമ്യയുടെ കാര്യം ഓർക്കുമ്പോൾ ഇന്നും അമർഷമുള്ള ഒരുപാട് ജനം ഇന്നും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഏത് നാട്ടിൽ ചെന്നാലും എൻ്റെ മകളായിട്ട് തന്നെ ഇന്നും ഞാൻ അറിയപ്പെടുന്നത്. അല്ലാതെ ഞാൻ ഇവിടുന്ന് എവിടെ ചെന്നാലും ഞാൻ പോലും അറിയില്ല ഓരോ നാട്ടിൽ ചെന്ന് അയ്യോ ഇത് സൗമ്യയുടെ അമ്മയല്ലേ പോയതെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തൂര് അത് തന്നെയാണ് എൻ്റെ വിജയം. എൻ്റെ വിജയവും അത് തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, എനിക്ക് വേണ്ടിയിട്ട് അന്ന് എൻ്റെ മകൾക്ക് ഇത് സംഭവിച്ചപ്പം ഈ പത്രക്കാരും ചാനലുകാരും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെൻ്റെ കൂടെ നിന്നിട്ടുണ്ട്.
അതേപോലെ തന്നെ ഇന്നിപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോഴും അവരുടെ വായെന്നാണ് ഞാനിത് ആദ്യം കേട്ടത്. എൻ്റെ വീട്ടിലിപ്പോൾ ടി വി ഇല്ലേ, അത് കാരണം കൊണ്ട് ഞാൻ അവർ പറഞ്ഞിട്ടാണ് ഞാൻ ആ വിവരം വീട്ടിൽ പറഞ്ഞത്. അപ്പം ഇനിയും എന്ത് പ്രശ്നം ഉണ്ടായാലും അവരെൻ്റെ കൂടെ ഉണ്ടാവും, അതെനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഇനി വരുമ്പോഴും ഇവരെല്ലാവരും എൻ്റെ കൂടെ ഉള്ളിടത്തോളം കൂടെ എനിക്ക് എല്ലാം ബലാണ്. ഇതുപോലെ കുറേ ജനമുണ്ട് എൻ്റെ എനിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അറിയാത്ത കുറേ ജനങ്ങൾ സൗമ്യ ആരാധിക്കുന്നതും സ്നേഹിക്കുന്നതും ഒരുപാട് ചേച്ചി ചേട്ടാ അങ്ങനെയുള്ള രീതിയിൽ പറയുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ആ ഇത് എന്നും എൻ്റെ ജീവിതത്തിലുള്ളിടത്തോളം കാലം വരെ ഞാൻ തളരാതെ പിടിച്ചു നിൽക്കും. തീർച്ചയായും മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഒരു മുഖമാണ് സൗമ്യയുടേത്. സൗമ്യയെ എത്രത്തോളം മലയാളികൾ ഇവിടുത്തെ ഓരോ അമ്മമാരും സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈ അമ്മയെയും മലയാളികൾ സ്നേഹിക്കുന്നുണ്ട്. കാരണം ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടമാടുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന പേര് സൗമ്യയുടേതാണ്. മലയാളി ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട പേര് ഗോവിന്ദചാമിയുടേതാണ്. കാരണം അമ്മ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഗോവിന്ദചാമിയുടെ അന്ത്യം തന്നെയാണ് സാധാരണ ഒരു മലയാളികളൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം ഇതുപോലുള്ള കൊടും കുറ്റവാളി പുറത്തിറങ്ങി നടന്നാൽ മറ്റ് പെൺമക്കളുടെ ജീവന് തന്നെ അത് ഭീഷണിയാകും. അങ്ങനെ ഓരോ മക്കൾക്ക് വേണ്ടിയാണ്, പെൺമക്കൾക്ക് വേണ്ടിയാണ് ഈ അമ്മയുടെ പോരാട്ടവും. അത്രയധികം കഴിഞ്ഞ കുറേ വർഷങ്ങളായി 14 വർഷത്തോളം തൻ്റെ മകൾക്ക് നീതി കിട്ടാൻ വേണ്ടി ഉള്ള പോരാട്ടം നടത്തുന്ന സൗമ്യയുടെ അമ്മ സുമതി, അമ്മയുടെ കണ്ണീര് മലയാളികളുടെ നെഞ്ചിലുണ്ട്, മനസ്സിലുണ്ട്. കാരണം ഈ അമ്മയ്ക്കൊപ്പമാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ്. ഗോവിന്ദചാമി രക്ഷപ്പെട്ടെങ്കിൽ അതിന് പിന്നിൽ ആരാണ്, ആരുടെയൊക്കെ കരങ്ങളുണ്ട്, അവരെയും പുറത്തു കൊണ്ടുവരേണ്ടതാണ്. ഈ സമയം സ്പോട്ട് ലൈവിൽ തത്സമയം ഇരുന്ന തൻ്റെ വിഷമങ്ങൾ പങ്കുവെച്ച, വേദന പങ്കുവെച്ച സൗമ്യയുടെ അമ്മ പ്രത്യേകം നന്ദി. എന്തായാലും അമ്മയുടെ പോരാട്ടത്തിനൊപ്പം ഞങ്ങളും ഉണ്ടാകും, മാധ്യമങ്ങളുണ്ടാകും, മലയാളികളുണ്ടാകും. എന്താണ് ഇന്ന് പുലർച്ചെ മുതൽ കണ്ണൂർ സെൻട്രൽ ജയിൽ മുതൽ സംഭവിച്ചത് വിശദമായി തന്നെ പരിശോധിക്കണം. എവിടെയാണ് വീഴ്ച സംഭവിച്ചത്, ആരുടെയൊക്കെ കരങ്ങൾ അതിന് പിന്നിലുണ്ട്.